കൊലക്കേസ് പ്രതിയുടെ ജയിൽവാസ കാലയളവ് സർവീസായി പരിഗണിച്ച് പ്രൊമോഷൻ കൊടുക്കാൻ CPM തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തിന്റെ ഇടപെടൽ. കേട്ടല്ലോ, ശിശുക്ഷേമ സമിതി ജീവനക്കാരനായ പ്രാദേശിക CPM നേതാവും BJP പ്രവർത്തകൻ രഞ്ജിത്ത് കൊലക്കേസിലെ പ്രതിയുമായ അജികുമാറിന് വേണ്ടിയാണ് CPMന്റെ വഴിവിട്ട ഇടപെടൽ. 1 വർഷം ജയിലിൽ കിടന്ന കാലയളവ് സർവീസായി പരിഗണിച്ച് സ്ഥാനക്കയറ്റം നൽകാനാണ് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറിയുടെ നീക്കം. രേഖകൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നു. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. തിരുവനന്തപുരത്തെ ശിശുക്ഷേമ സമിതിയിലെ ജീവനക്കാരനാണ് BJP പ്രവർത്തകനായ രഞ്ജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി V. അജികുമാർ. ശിശുക്ഷേമ സമിതിയിലെ CITU യൂണിയൻ സെക്രട്ടറിയായ അജികുമാർ വഞ്ചിയൂരെ CPMന്റെ പ്രാദേശിക നേതാവ് കൂടിയാണ്. അജികുമാർ 1999 ശിശുക്ഷേമ സമിതിയിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. 2008 വഞ്ചിയൂരെ CPM പ്രവർത്തകനായ വിഷ്ണു കൊലക്കേസിലെ പ്രതിയും BJP പ്രവർത്തകനുമായ രഞ്ജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ അജികുമാർ പ്രതിയാണ്. അങ്ങനെ ജയിലിലുമായി 2008 ഏപ്രിൽ മുതൽ 2009 ഏപ്രിൽ വരെ. ഈ കാലയളവിൽ ജയിലിലായതിനാൽ സർവീസിൽ നിന്ന് സസ്പെൻഷനിലായി. പിന്നീട് സർവീസിൽ ഇടവേളയായതോടെ ഇത് അജിയുടെ പ്രൊമോഷനെ ബാധിച്ചു. ഇതോടെയാണ് അജികുമാർ പ്രൊമോഷൻ കിട്ടാനുള്ള നീക്കം തുടങ്ങിയത്. അതിനുവേണ്ടി ജയിലിൽ കിടന്ന കാലയളവ് സർവീസായി പരിഗണിക്കണമെന്ന വിചിത്രവാദവുമായി ഇതാ ഈ കാണുന്ന അപേക്ഷ ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറിക്ക് നൽകി. കൂടാതെ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് കത്തും കൊടുത്തു. പാർട്ടി കത്ത് AKG സെൻറ്ററിലെത്തി. വൈകാതെ മന്ത്രി വീണ ജോർജിൻ്റെ ഓഫീസിലും. ഇതോടെ ഉന്നത ബന്ധമുള്ള അജികുമാറിന് വേണ്ടി ഏത് നിമിഷവും ജയിൽവാസം സർവീസാക്കി കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി. കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന സർക്കാർ സ്ഥാപനത്തിലാണ് ഒരു മനുഷ്യനെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതിയുടെ ജോലി. മാത്രമല്ല, വെട്ടിക്കൊലപ്പെടുത്തി ജയിലിൽ പോയ ആ കാലയളവ് സർക്കാർ സർവീസായി പരിഗണിക്കാൻ വേണ്ടി തിരുവനന്തപുരം CPM ജില്ലാ നേതൃത്വവും ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറിയും ഒരുങ്ങിക്കഴിഞ്ഞു. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. ശിശുക്ഷേമ സമിതിയുടെ മുന്നിൽ നിന്നാണ് TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നത്. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. എനിക്ക് ആദ്യം അറിയേണ്ടത് TV പ്രസാദ്, ഈ അജികുമാറിനെതിരെയുള്ള ശിക്ഷാ നടപടി റദ്ദു ചെയ്യുകയോ അജിയെ നിരപരാധിയായി പ്രഖ്യാപിച്ചുകൊണ്ട് വെറുതെ വിടുകയോ ചെയ്തിരുന്നു? അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ പറഞ്ഞത് രണ്ടും ഇതുവരെ സംഭവിച്ചില്ല. നിലവിൽ പ്രതി തന്നെയാണ്. 2008 ഈ സംഭവം ഉണ്ടാകുന്നത്. തിരുവനന്തപുരത്ത് വഞ്ചിയൂരിൽ വിഷ്ണു എന്ന് പറയുന്ന CPM പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് BJP പ്രവർത്തകനായ രഞ്ജിത്ത്. ആ രഞ്ജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രധാന പ്രതികളിൽ ഒരാളാണ് ഇന്ന് ശിശുക്ഷേമ സമിതിയിൽ ജോലി ചെയ്യുന്ന V. അജികുമാർ. അതിനുശേഷം 2008 ഏപ്രിൽ മാസം പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, ജയിലിലാകുന്നു. അങ്ങനെ 2008 ഏപ്രിൽ മുതൽ 2009 ഏപ്രിൽ വരെ ഈ അജികുമാർ ജയിലിലായിരുന്നു. സ്വാഭാവികമായും ആ കാലയളവിൽ ജോലി ചെയ്യുന്ന സ്ഥാപനം എന്ന നിലയിൽ ശിശുക്ഷേമ സമിതിയിൽ നിന്ന് സസ്പെൻഷനിലാവുകയും ചെയ്തു. അവിടുന്ന് അങ്ങോട്ടേക്ക് ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് തൊട്ട് പിന്നാലെ തന്നെ CPMന്റെ പ്രാദേശിക നേതൃത്വവുമായി, അല്ലെങ്കിൽ പ്രാദേശിക നേതാവായ CPM ജില്ലാ നേതൃത്വവുമായും സംസ്ഥാന നേതൃത്വവുമായും ഒക്കെ അടുത്ത ബന്ധമുള്ള ഈ പ്രതിയുടെ സസ്പെൻഷൻ ഇളവ് ചെയ്തു. പിന്നീട് തിരിച്ച് ജോലിയിലേക്ക് പ്രവേശിച്ചു. ആ കാലയളവിൽ ഒരനക്കവും ഉണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ 2023 ഡിസംബറിലാണ് അജികുമാർ ഏറ്റവും ആർക്കും കേട്ടാൽ അത്ഭുതം തോന്നുന്ന ഒരാവശ്യവുമായി ശിശുക്ഷേമ സമിതിയുടെ തന്നെ മുന്നിലെത്തുന്നത്. അതായത്, ഈ കാലയളവ് മാറ്റണം, 1 വർഷം സർവീസിലുണ്ടായ ബ്രേക്ക് മാറ്റണം എന്നുള്ളതാണ് വളച്ച് തൻ്റെ അപേക്ഷയിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഏറ്റവും അവസാനം അപേക്ഷയിൽ ആവശ്യപ്പെട്ട കാര്യം ഉൾപ്പെട്ട കത്ത് തിരുവനന്തപുരത്തെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി. സ്വാഭാവികമായും CPMന്റെ നടപടി അനുസരിച്ച് ആ കത്ത് AKG സെൻറ്ററിലെത്തി. ആവശ്യമായത് ചെയ്യണം എന്ന നിർദ്ദേശം മന്ത്രി ഓഫീസിലുമെത്തി. ആ നിർദ്ദേശം ഇപ്പോൾ ശിശുക്ഷേമ സമിതിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. നിലവിൽ ശിശുക്ഷേമ സമിതിയിലുള്ള ഫയലാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചത്, അല്പസമയം മുമ്പ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഫയലിലെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, ശിശുക്ഷേമ സമിതി വിവരാവകാശ നിയമത്തിന് പുറത്താണ്. ഇവിടെയുള്ള മറ്റ് ജീവനക്കാരെ ഉപയോഗിച്ചാണ് നമ്മൾ ആ ഫയൽ പുറത്തേക്ക് എടുക്കുന്നത്. അരുൺ, അതിൽ നോക്കിയാൽ വളരെ വ്യക്തമായി മനസ്സിലാകും. അതായത് 2008 ഏപ്രിൽ മുതൽ 2009 വരെ കൊലക്കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്നിരുന്ന കാലയളവ് അത് സർവീസായി പരിഗണിക്കാൻ കഴിയില്ല എന്ന്
ആ നോട്ടിൽ ചിലർ എഴുതിയിരിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായി കാണാം. മാത്രമല്ല ഇങ്ങനെ ഇത് സർവീസായി പരിഗണിക്കണം എന്നാവശ്യപ്പെട്ട് നിയമോപദേശം തേടിയിരിക്കുകയാണ് ശിശുക്ഷേമ സമിതി എന്നുള്ളതാണ് ഇതിലെ ഗൗരവമായ ഒരു കാര്യം. ഏത് നിമിഷത്തിലും ഇനിയിപ്പോൾ ഇത് സംഭവിക്കും. അങ്ങനെ ഈ ഒരു വർഷത്തെ കൊലക്കേസിലെ ജയിൽവാസ കാലയളവ് സർവീസായി പരിഗണിച്ചുകൊണ്ട് വി അജികുമാറിന് പ്രൊമോഷൻ കൊടുക്കുന്ന രീതിയിലേക്കുള്ള CPM സമ്മർദ്ദമാണ് ശിശുക്ഷേമ സമിതിയിൽ നടക്കുന്നത്. ഇതിനിടയിൽ തന്നെ ആ പോസ്റ്റിലേക്ക് പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് സീനിയറായ ഇവിടുത്തെ മറ്റു ജീവനക്കാരി കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഒരു നിയമപരമായ വലിയ പ്രശ്നമുള്ള ഒരു ബുദ്ധിമുട്ടുള്ള കേസിലാണ് CPM ഇടപെട്ട് ജയിൽവാസം സർവീസായി പരിഗണിക്കാൻ പോകുന്നത്. അരുൺ തീർന്നില്ല. JJ ആക്ട് പ്രകാരം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ഇങ്ങനെ കുഞ്ഞുങ്ങൾ താമസിക്കുന്ന ഈ ഇടത്ത് എങ്ങനെ ജോലിക്ക് കയറി അല്ലെങ്കിൽ ജോലിയിൽ തുടരുന്നു എന്നുള്ളതും ഉയരുന്ന ചോദ്യമാണ്. തീർച്ചയായും വരും ദിവസങ്ങളിലും അതും ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അജികുമാറിൻ്റെ നിയമനത്തെ സംബന്ധിച്ചുമുള്ള ഒരുപാട് വിവരങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അതും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. അരുൺ, ഒരു കാര്യം ഉറപ്പാണ്, നിയമവിരുദ്ധമായി ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തിന് വേണ്ടി CPM ജില്ലാ നേതൃത്വം ശുപാർശ ചെയ്യുന്നു. ആ ശുപാർശ AKG സെൻറ്ററിലെത്തുന്നു. ആ ശുപാർശ മന്ത്രി വീണ ജോർജിൻ്റെ ഓഫീസിലെത്തുന്നു. ഇവിടുത്തെ ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറി ഒരുപക്ഷെ CPMൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കണം അജികുമാറിന് ജയിലിൽ കഴിഞ്ഞ കാലയളവ് കൂടി സർക്കാർ സർവീസായി പരിഗണിച്ച് പ്രൊമോഷൻ കൊടുക്കാൻ പോവുകയാണ് എന്നുള്ളിടത്താണ് നമുക്ക് ഈ വിവരം വരുന്നതും ഇത് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതും. ടി വി പ്രസാദ്, ആ വാർത്തയിൽ ഒരിക്കൽ കൂടി ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി, ഇപ്പോഴും ഈ കേസിന്റെ വിചാരണ നടക്കുകയാണ്. ഇയാൾ ജയിലിൽ 1 വർഷം കഴിഞ്ഞു. അതിനുശേഷം പരളിലും മറ്റോ ആയിരിക്കുമല്ലോ സ്വാഭാവികമായും പുറത്തിറങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ ഇയാൾ കുറ്റാരോപിതനായ പ്രതി തന്നെയാണ്. ആ പ്രതിയായി തുടരുന്നയാൾ വീണ്ടും ശിശുക്ഷേമ സമിതിയിൽ സർവീസിൽ പ്രവേശിച്ചു എന്നുള്ളത് അത്ഭുതകരമായ ഒരു കാര്യം. ശരി, അയാൾ സർവീസിൽ പ്രവർത്തിക്കുന്ന ഘട്ടത്തിലും ഈ ജയിലിൽ കഴിയുന്ന കാലയളവ് സർവീസായി കണക്കാക്കണം എന്നുള്ളൊരു തോന്നൽ എങ്ങനെയായിരിക്കും ഉണ്ടായത്? അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു അല്ലേ? അതുതന്നെയാണ് അരുൺ. അതായത് നമ്മൾ പല ഓഫീസുകളിലും ചട്ടവിരുദ്ധമായി അല്ലെങ്കിൽ നിയമവിരുദ്ധമായി നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അറിയാറുണ്ട്. പലതും നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുമുണ്ട്. ഒരു പക്ഷേ CPMന് വലിയ സ്വാധീനമുള്ള, അതല്ലെങ്കിൽ ഈ വിവരം പുറത്തു വരാൻ ഇല്ല എന്ന കോൺഫിഡൻസ് ഉള്ള പല ഓഫീസിലും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. വിവരാവകാശ നിയമത്തിന് പുറത്തുള്ള ഒരു സ്ഥാപനം, ഈ സ്ഥാപനം ഒരുപക്ഷെ ഈ വിവരങ്ങൾ പുറത്തു വരില്ല എന്ന ആത്മവിശ്വാസത്തിലായിരിക്കാം CPM ജില്ലാ കമ്മിറ്റി ഇങ്ങനൊരു ആവശ്യം കിട്ടിയ സമയത്ത് തന്നെ തള്ളിക്കളയുന്നതിന് പകരം അത് AKG സെൻറ്ററിലേക്ക് അയക്കുകയും AKG സെൻറ്ററിൽ നിന്നും മന്ത്രി ഓഫീസിലേക്ക് കൊടുത്തുവിടാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാവുകയും ചെയ്യുന്നത്. അരുൺ, ഇതുവരെയും ഈ പ്രതിയെ കുറ്റവിമുക്തനായി ആക്കിയിട്ടുള്ള വിചാരണയുടെ ഘട്ടമാണ്. നിലവിൽ കുറ്റാരോപിതൻ തന്നെയാണ്, പ്രതിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജയിലിൽ പ്രവേശിച്ചതും. നേരത്തെ ചെറിയ കുഞ്ഞുങ്ങൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നതെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ പുതിയ കെട്ടിടം ഒക്കെ വന്നു. ഇതിനെ തുടർന്ന് അബീബ് ഷഫീന ഫൗണ്ടേഷൻ്റെ ഒക്കെ ഭാഗമായി വലിയ കെട്ടിടങ്ങൾ വന്നതിന് ശേഷം 18 വയസ്സുവരെയുള്ള കുട്ടികൾ താമസിക്കുന്ന ഒരിടമാണ് ശിശുക്ഷേമ സമിതി എന്നുള്ളത്. JJ ആക്ടുമായി ബന്ധപ്പെട്ട് ഇതിലും വലിയ പ്രശ്നമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾ ഇവിടെ ജോലി ചെയ്യുന്നത് സംബന്ധിച്ച്. അതിനിടയിലാണ് അരുൺ, ജയിലിൽ കൊലക്കേസിൽ കടന്ന ഈ കാലയളവ് അത് സർക്കാർ സർവീസായി പരിഗണിച്ച് അടുത്ത പ്രൊമോഷനായി ജൂനിയർ സൂപ്രണ്ടാക്കണം എന്ന ആവശ്യം ഇവിടുത്തെ തന്നെ CITയുടെ സെക്രട്ടറി കൂടിയായ അജികുമാർ ആവശ്യപ്പെടുന്നത്. ആ ആവശ്യത്തിൻ്റെ കൂടെ CPM നിൽക്കുന്നത്. അധികം വൈകാതെ തന്നെ ഈ തീരുമാനം ഇവിടെ നിന്ന് ഉണ്ടാവുകയും ചെയ്യും. അതിനുള്ള എല്ലാ നീക്കങ്ങളും അണിയറയിൽ നടക്കുന്നതിനിടെയാണ് ഈ സംഭവം, ഞെട്ടിക്കുന്ന സംഭവം എന്ന് തന്നെ നമുക്ക് പറയാം, പുറത്തേക്ക് വരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് റിപ്പോർട്ടറിൻ്റെ SITയുടെ തലവൻ ടി വി പ്രസാദ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു വാർത്തയായിട്ടാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ശിശുക്ഷേമ സമിതിയുടെ ജൂനിയർ സൂപ്രണ്ടായി പ്രൊമോഷൻ കിട്ടാൻ ജയിലിൽ കിടന്ന കാലയളവ് സർവീസായി പരിഗണിക്കണമെന്നാണ് ഒരു പാവം പ്രവർത്തകന്റെ അപേക്ഷ. പ്രേക്ഷകരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. ഇയാൾ പ്രവർത്തിക്കുന്നത് എവിടെയാണ്? ശിശുക്ഷേമ സമിതിയിൽ. എന്താണ് ഇയാളുടെ പേരിലുള്ള കുറ്റം? BJP പ്രവർത്തകനായ രഞ്ജിത്തിനെ വെട്ടിക്കൊന്ന കേസിലെ പ്രതി. ആ വെട്ടിക്കൊന്ന കേസിലെ ഒരു കൊലപാതക കേസിലെ പ്രതി ശിശുക്ഷേമ സമിതിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്നു എന്നതേ ആശ്ചര്യകരം. അയാൾക്ക് എങ്ങനെയാണ് അവിടെ JJ ആക്ട് പ്രകാരം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക്
അവിടെ ജോലിയിൽ തുടരാൻ കഴിയുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. രണ്ടാമത്തത്, അയാൾ വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? താനൊരു കൊലയാളിയാണ്, അല്ലെങ്കിൽ ഒരു കൊലക്കേസിൽ പ്രതിയായി ജയിലിൽ കഴിയുന്ന കാലയളവ് സേവന കാലയളവായി കണക്കാക്കിയിരിക്കണം എന്നുള്ളതാണ്. കൊലയാളികളുടെ ജയിലിൽ കഴിയുന്ന കാലയളവിനെ സേവന കാലയളവെന്ന് വിശേഷിപ്പിക്കാൻ അജി കാണിച്ച ആ മനസ്സുണ്ടല്ലോ, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അല്ലേ? എന്തായാലും ഇതിലൊരു നടപടി ഉണ്ടാവും എന്നാണ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്ത് നടപടി? പ്രമോഷൻ കൊടുക്കണമെന്നല്ല. ഇത്തരത്തിലുള്ള അപേക്ഷകൾ വരുമ്പോൾ അത് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ തിരുത്തൽ നടപടികൾക്ക് വിധേയമാവേണ്ടതിൻ്റെ കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള അജിമാരുടെ അപേക്ഷകൾ കൂടിയുണ്ട് എന്ന് ഒരിക്കൽ കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. നമ്മളുടെ SITയുടെ എക്സ്ക്ലൂസീവ് സ്റ്റോറിയാണ് ഇപ്പോൾ TV പ്രസാദ് പ്രേക്ഷകർക്കൊപ്പം എത്തിച്ചിരിക്കുന്നത്. ശിശുക്ഷേമ സമിതിയുടെ ജൂനിയർ സൂപ്രണ്ടായി പ്രമോഷൻ കിട്ടാൻ ജയിലിൽ കഴിഞ്ഞ കാലയളവ് ഒരു കൊലക്കേസ് പ്രതി സേവന കാലയളവായി ഇളവ് ചെയ്ത് കിട്ടണമെന്ന് അഭ്യർത്ഥനയുമായി വന്നിരിക്കുന്നു. അത് പരിഗണിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിക്കുന്ന വാർത്ത.